സിനിമോളെ എന്തോ നമ്മളെവിടെ പോണ്? നമ്മൾ എവിടെ ആയിരിക്കും പോണേ? അവരുടെ അടുത്തും കൂടെ പറയാം അല്ലേ? നമ്മള് ഗസ് അടിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, എന്നാലും കുറെ പേർക്ക് അറിയാറുണ്ട്. അപ്പൊ ഞങ്ങള് ഒരു പ്രധാനപ്പെട്ടെന്ന് വെച്ചാ നമ്മുടെ ലൈഫിൽ, പ്രത്യേകിച്ച് അമ്മയുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ്. അപ്പൊ ഞങ്ങള് 3 പേരും അവിടുത്തെ ഗസ്റ്റ് ആയിട്ട് പോകാൻ പോവാണ്. അമ്മയുടെ മോള് ഡാൻസ് പഠിക്കുന്ന ഒരു അക്കാഡമി ഉണ്ട്, നടനം ഡാൻസ് അക്കാഡമി എന്നാണ്. കല്ലുവാതക്കൽ പ്രകാശ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അവരുടെ 14ാമത്തെ വാർഷികം അവര് നടത്താൻ പോവാണ്. അപ്പൊ അതില് ഗസ്റ്റ് ആയിട്ട് നമ്മളെ 3 പേരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എല്ലാരും വഴിമാറിക്കൂടി നമ്മളിതാ 3 പേരുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലുവാതക്കൽ നടനം ഡാൻസ് അക്കാഡമി 14ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടി സൗപർണികയോടൊപ്പം നമ്മളെയും ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ചെണ്ടയൊക്കെ കൊട്ടി പൂച്ചെണ്ടൊക്കെ തന്ന് ഞങ്ങളെ സ്വീകരിച്ചു. ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ ഒരുപാട് പേര് പറഞ്ഞു. ഞങ്ങൾ ഷോർട്ടായിരുന്നു ആദ്യം ഇട്ടത്. അപ്പോൾ അവരുടെയൊക്കെ റിക്വസ്റ്റ് പറഞ്ഞ് നമ്മളൊരു ഫുൾ വീഡിയോ ഇടുന്നുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, മണിക്കൂറോളം നീണ്ടുന്ന ഒരു പരിപാടിയായിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഇടുക. യൂട്യൂബ് ചാനലും അവരുടെ ഓരോ ദിവസത്തെ കണ്ടന്റ്സും കാണാത്ത ആൾക്കാരുമില്ല. എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയും മക്കളും ഒക്കെ അവരുടെ ഫാൻസാണ്. കാരണം അത്രത്തോളം ജനമനസ്സുകൾ ഇടം പിടിച്ച 3 ആൾക്കാർ. അവരെ 3 പേരായിട്ട് പറഞ്ഞതിനെക്കാളും അവർക്കും ഇഷ്ടം എപ്പോഴും ഈ 3 പേരുകൾ കൂട്ടിച്ചേർത്ത് പറയുന്നതാണ്. അപ്പം അത്രയും എല്ലാവരുടെ മനസ്സിലും ഇടം നേടിയ 3 മികച്ച വ്യക്തിത്വങ്ങളാണ് ശ്രീ വിഷ്ണു, സിനി, ശോഭ. അവർ ചെയ്യുന്ന ഓരോ ദിവസത്തെയും ഓരോ കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന, നമ്മുടെ അടുക്കളയിൽ സംഭവിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത്. ഒരിക്കലും ഒരു ഔപചാരികത അവരുടെ ഒരു കണ്ടന്റിലും നമുക്ക് തോന്നാറില്ല. നാച്ചുറാലിറ്റിയോട് കൂടി ഒരു കാര്യവും അവതരിപ്പിക്കാനുള്ള അവരുടെ ശൈലി പറയാതിരിക്കാൻ സാധിക്കില്ല. അത്രയും ജനമനസ്സുകൾ ഇടം പിടിച്ചത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്രദേശത്ത് നിന്നും, ചാത്തന്നൂരിൽ നിന്നും ഇത്രയും ജനശ്രദ്ധ ആകർഷിച്ചു. ഇപ്പോൾ അവർ ഈ അടുത്തിടെ നമ്മളെ ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാമിൽ അവർ വിളിച്ചിരുന്നു, ഗസ്റ്റായിട്ട് അവർ പോയിരുന്നു. അപ്പോൾ അവർ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ വരാമെന്ന് സമ്മതിക്കുകയും നമ്മുടെ ഈ പ്രോഗ്രാമിന് ഒരുപാട് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറായിട്ട് അവർ വന്ന് വെയിറ്റ് ചെയ്തു. ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ സമാധാനത്തിൽ തുടങ്ങിയ മതി എന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം നിന്നു. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന വിഷ്ണു, സിനി, ശോഭ, അതിൽ ഓരോരുത്തരെയായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ വന്ന എല്ലാവർക്കും നല്ല ഇൻട്രോ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും എല്ലാ ഭാഗങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ പ്രേക്ഷകർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗങ്ങൾ തന്നെ ഇട്ട് നമുക്ക് ഒത്തിരി സന്തോഷമായി. ഇപ്പം നടി സൗപർണികയോടൊപ്പം നമുക്ക് ഒരു മുൻനിരയിൽ തന്നെ ഇരിക്കാൻ പറ്റി. മാത്രമല്ല കേട്ടോ, ഇത് കഴിഞ്ഞ് നമ്മുടെ വിളക്ക് കൊളുത്തി ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് സാധിച്ചു. ഇതൊക്കെ ലൈഫിലെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ആദ്യത്തെ അനുഭവമായിരിക്കും. നമ്മുടെ ഈ ഒരു, അതും കല്ലുവാതക്ക പഞ്ചായത്തിൽ നിന്ന് അവരുടെ ആ ഒരു ഗ്രാമത്തിൽ പോയി നമുക്കത് വാങ്ങാൻ കഴിയുകയെന്ന് വെച്ചാൽ എല്ലാം ദൈവത്തിൻ്റെ കൃപ തന്നെയാണ്. അപ്പോൾ അമ്മയും ഞാനും വിളക്ക് കൊളുത്തി, ചേട്ടനും ഉണ്ടായിരുന്നു. ചേട്ടന് ഷൂ അഴിക്കാൻ പെട്ടെന്ന് പറ്റാതായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ 2 പേരും മാത്രം വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ ആ കർമ്മം അങ്ങ് നിർവഹിച്ചു. അപ്പം മനസ്സിന് ഒരുപാട് കുളിർമയും സന്തോഷവും നിങ്ങൾക്കും നൽകുമെന്നറിയാം. അപ്പോൾ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇതിവിടെ പോസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ 2 പേരുടെയും പ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ എൻ്റെയും കിടാ വിറയ്ക്കുമായിരുന്നു. ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രസംഗം കാണാം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രമുഖ കോണ്ടന്റ് ക്രിയേറ്ററും സിനി TV ഫെയുമായ സിനി മാം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി ഈ വേദിയിൽ എത്തിച്ചേർന്ന കുരുന്നു മക്കൾക്കും അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും, അതുപോലെ വിശിഷ്ട വ്യക്തികളായ സിനി സീരിയൽ ആർട്ടിസ്റ്റ് സൗപർണിക മാം, അതുപോലെ നമ്മുടെ കല്ലുവാതക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശാന്തി പോയി. എന്നാലും ഇതുപോലെ ഒത്തിരി വിശിഷ്ട വ്യക്തികളുടെ മുമ്പിൽ ഇതുപോലൊരു വേദി നമുക്ക് തന്ന നമ്മുടെ നടനം ഡാൻസ് അക്കാഡമിയിലെ ശ്രീ ആർട്ട് ടീച്ചറിനാണ് ആദ്യമേ ഹൃദയം നിറഞ്ഞ നന്ദി പറയാനുള്ളത്. കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഈ രംഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നത്. അപ്പോൾ നമുക്ക് അതിലൂടെ കിട്ടാവുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വിശിഷ്ട ആൾക്കാരുടെ മുന്നിൽ ഇതുപോലൊരു മുൻനിരയിൽ ഇരിക്കാൻ ഒരു അവസരം കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അതുമാത്രമല്ല, ഇവിടെ ഈ വേദിയിൽ എത്തിച്ചേർന്ന നമ്മുടെ കുരുന്നു മക്കൾക്കും, അതുപോലെ ഇതിൽ പ്രത്യേകം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കുരുന്നു മക്കളെ കൊണ്ടാക്കുന്ന അമ്മമാരെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് പ്രധാന ഉദാഹരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശോഭയുടെ മൂത്ത മോള് ചേച്ചി
അവസരമുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു മക്കളെ കൊണ്ടാക്കുമ്പോൾ അവർക്ക് സായുജ്യം അടയുന്നത് ആ കുഞ്ഞു മക്കളുടെ ഡാൻസ് കൊണ്ടായിരിക്കും. പക്ഷെ അത്തരം ആ സാഹചര്യത്തിൽ അവർക്കും അത് പഠിക്കാനൊരു അവസരം ഒരുക്കി കൊടുത്താൽ നമ്മുടെ ആർച്ച് ടീച്ചറിനോടാണ് എനിക്ക് ശരിക്കും നന്ദി പറയാനുള്ളത്. അപ്പം ഞാൻ എൻ്റെ ശിവചേച്ചിയുടെ സന്തോഷം ഞാൻ നേരിട്ട് അറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി മൈൻഡ് റിലീസാണ്. അവരുടെ ഈ ഒരു ഒരുപാട് പ്രായമൊന്നും ആയില്ല എങ്കിലും ഈ ഒരു പ്രായത്തിൽ അവർക്ക് അവരുടെ ആ ഒരു കലാപരമായ ആ ഒരു കഴിവ് ഡാൻസ് നമ്മുടെ ശിവചേച്ചിനെ ആക്ച്വലി ഞാൻ അങ്ങനെ കുഞ്ഞ് സ്കൂൾ ടൈമിൽ കളിക്കുമ്പോൾ നമ്മൾ ഇത്രയും നല്ല പ്രൊഫഷണൽ ഡാൻസറായിട്ട് വരുമെന്നോ ഒത്തിരി ഞാൻ സന്തോഷിക്കുന്ന ആളാണ് ചേച്ചീനെ ആ ഒരു വിഷയത്തിൽ കണ്ടപ്പോൾ. അപ്പോൾ എനിക്ക് ആദ്യം താങ്ക്സ് ഉള്ള ഈ ഒരു കാര്യം ഇവിടെ ചെയ്തതിലാണ്. പിന്നെ അതുപോലെ ഈ കുഞ്ഞു മക്കളെ ആശംസിക്കാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിനോട് ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ പ്രിയപ്പെട്ട ഈ വീട് എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറയാണ്. ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഇതുപോലെ വേദിയിൽ വന്ന് പ്രസംഗിച്ച് ഭയങ്കര അനുഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഓരോടക്കം ഹലോ ഹായ് പറയുന്ന പോലെ അത്ര ഈസി അല്ല ഈ ഒരു വേദിയിൽ ഇതുപോലെ പങ്കെടുത്ത് ഇതുപോലെ മൈക്കിന് മുന്നിൽ പറയാന്നുള്ളത്. അപ്പോൾ അതും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സർവേശ്വരന് നന്ദി, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി. കുരുന്ന മക്കൾക്കും അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും ടീച്ചറിനും ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ്. നിറയെ ആശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു മാം. അടുത്ത ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി പ്രമുഖ കോണ്ടന്റ് ക്രിയേറ്ററും സിനി TV ഫെയുമായ ശോഭ മാമിനെ ക്ഷണിക്കുന്നു. എന്തോ സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എല്ലാ മാന്യ വ്യക്തികളും ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ വായിച്ചെടുത്ത് ഒന്നും മനസ്സിലാക്കിയില്ല. എൻ്റെ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എനിക്ക് എന്തിനാണ് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല. എങ്കിലും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എൻ്റെ മോളൊരു വേദിയിൽ തന്നെ എനിക്കിപ്പോൾ അതിഥിയായിട്ട് വന്നിരിക്കാൻ പറ്റിയത്. എൻ്റെ മോള് 10-17 വർഷം പഠിച്ച് സ്കൂളിൽ. അപ്പോഴൊക്കെ അമ്മ ഒന്ന് PT മീറ്റിംഗ് ഉണ്ട്, അമ്മ വരണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പല പല ജോലികൾക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ സമയമില്ല, മോള് ടീച്ചറോട് പറയണം എനിക്ക് വരാൻ സമയമില്ല. പിന്നെ മോൾ അച്ഛൻ അന്ന് പേർഷ്യയിലായിരുന്നപ്പോൾ അച്ഛനും പോകാൻ പറ്റത്തില്ല. അപ്പോൾ 10 വട്ടം വിളിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മോളെ ഒരു കാര്യത്തിന് സ്കൂളിൽ പോയത്. പക്ഷെ ഇന്ന് എൻ്റെ മോൾ ഡാൻസ് പഠിച്ച് ഇന്നിവിടെ ഇത് അവതരിപ്പിക്കുന്നതിൽ അവളൊരമ്മ, എൻ്റെ മോൾ അമ്മയായിട്ട് എനിക്ക് വന്നിരുന്ന് ഈ നല്ലൊരു വേദിയിൽ ഇരിക്കാനും ഇന്ന് സംസാരിക്കാനും ഈ ഒരു മൈക്ക് കിട്ടിയതിലും എനിക്കൊരു സന്തോഷം. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എനിക്കിത്രയൊക്കെ പറയാൻ അറിയാമോ. ഞാൻ ഇതുവരെ ഒന്നും പ്രസംഗിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും സിനിയെ വഴക്ക് പറയുന്നത് മാത്രമേ എല്ലാവർക്കും അറിയാമുള്ളൂ. അത് തന്നെയാണ് എൻ്റെ സ്വഭാവവും. ശരി എൻ്റെ മോനെ നന്ദി. പിന്നെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് 1.5 വർഷത്തോളമായി. അത് എന്തൊക്കെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അതിപ്പോൾ നമ്മളെ മനോരമ മാക്സിനകത്ത് നല്ലപോലെ ഓടുന്നുണ്ട് സിനിമ. പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് വേദിയിൽ എനിക്ക് നിൽക്കാൻ പറ്റി. എല്ലാം അറിയായിരിക്കും, എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തട്ടെ. തെറ്റാപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അവര് ഒരു കുടുംബത്തിലെ അംഗങ്ങളല്ല, പക്ഷെ അത്രത്തോളം അവര് ഇടചേർന്നാണ് അവരുടെ ഒരു യൂട്യൂബിലുള്ള അവരുടെ വീഡിയോസ് എല്ലാം വരുന്നത്. അപ്പോൾ അവരെ ഈ സ്നേഹോപഹാരം നേടുവാനായി സാധിക്കുന്നു. അങ്ങനെ അടുത്തതായിട്ട് നമുക്കൊരു മൊമെൻറ്റും ഉണ്ടായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ ഇങ്ങനെ ഒരു മൊമെൻറ്റോ ആദരവും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ആ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പം നടി സൗപർണികയുടെ കയ്യിൽ നിന്നത് വാങ്ങാൻ പറ്റി. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ആദ്യം നമ്മൾ കരുതി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നൊന്നായിരുന്നു. പക്ഷേ ഇതാ ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ്ടും അമ്മയ്ക്ക് ഒരു മൊമെൻറ്റും കൂടെ കിട്ടി. ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മുടെ ലൈഫിൽ സന്തോഷം കൊണ്ട് കോർത്ത് വയ്ക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു നിമിഷം തന്നെയായിരുന്നു ഇത്. മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. അപ്പോൾ അതാ പൊന്നാടയൊക്കെ ഇട്ട് ഞങ്ങളെ ആദരിക്കുന്നുണ്ട്. അപ്പം മാമിന് ഞങ്ങളുടെ ഹൈറ്റ് കാരണം എത്തുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ
എളിമ കൂടുതൽ കാരണം ഒന്ന് കുഞ്ഞൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ അമ്മ ചോദിച്ച് അമ്മയ്ക്ക് ഇല്ലയെന്ന് തന്നെ കരുതിയ. അപ്പോൾ ലാസ്റ്റ് അമ്മയ്ക്ക് എന്താ ഒരു പൊന്നാടയൊക്കെ കിട്ടി. അപ്പം ഞങ്ങൾ ഈ പൊന്നാട പൊന്നു പോലെ ആണ് വീട്ടിൽ കൊണ്ടുവന്നത് കേട്ടോ. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു സ്വീകരണം. നമ്മൾ ഈ ഒരു നാട്ടിൽ വന്ന് വാങ്ങാൻ, അതുപോലെ ഈ നാട്ടിലുള്ളവരുടെ സ്നേഹം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമായിരുന്നു അവർക്ക് നമ്മളോട്. അതുപോലെ നമ്മുടെ കയ്യിൽ നിന്നും നടിക്കും ഒരു മൊമെൻ്റ് കൊടുക്കാൻ പറ്റി. ഇത് ടീച്ചറാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ നമ്മളിതുപോലെ അവർക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യാനായിട്ട് അവസരം കിട്ടി. അതിൽ ഏറ്റവും വലിയൊരു മൊമെൻ്റായിരുന്നു അമ്മയുടെ മൂത്ത മോളായ എൻ്റെ സ്വന്തം ചേച്ചിക്ക് ഈ ഒരു മൊമെൻ്റോ അത് അമ്മയുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റി. ശരിക്കും കണ്ണ് നിറഞ്ഞൊരു മൊമെൻ്റായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾ ഇമോഷണലായൊരു സീനായിരുന്നു. അങ്ങനെ ഇവിടുത്തെ തന്നെ കുട്ടികൾക്ക് കിട്ടിയ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഓരോ കുട്ടികൾക്കായിട്ട് കൊടുക്കാൻ നമുക്കൊരു അവസരം കിട്ടി. അപ്പോൾ നല്ല എന്താ പറയാൻ നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും നല്ല മനസ്സ് നിറഞ്ഞ മൊമെൻറ്റ്സ് ആയിരുന്നു. അതുപോലെ നൃത്തരംഗത്തൊക്കെ പ്രഗത്ഭരായ ഒരുപാട് വ്യക്തികളെ, അവരെയൊന്നും ആദരിക്കാൻ നമ്മളൊന്നുമല്ല എങ്കിൽ പോലും ആ വ്യക്തികളെയൊക്കെ മുന്നിൽ കാണാനും അവരോടൊപ്പം ചിലവഴിക്കാനും ഒരു വേദി പങ്കിടാനും ഒക്കെ ഒരവസരം കിട്ടി. അപ്പോൾ ഒരുപാട് സന്തോഷമായ നിമിഷങ്ങളായിരുന്നു. എല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കാരണമാണ് കുറച്ച് രംഗങ്ങൾ മാത്രം ഇട്ടത്. അപ്പോൾ വലിയ സന്തോഷമായി. ഞങ്ങൾ മനസ്സ് നിറഞ്ഞിട്ടാണ് ഈ ഒരു വേദിയിൽ നിന്നും നമ്മൾ ഇറങ്ങി വന്നത്. ഇത്രയേറെ വിലപ്പെട്ട സ്നേഹവും പരിഗണനയും മനോഹരമായ സ്വീകരണവും തന്ന പ്രിയപ്പെട്ട ആർച്ച ടീച്ചറിനും നടന ഡാൻസ് അക്കാഡമിയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അതുപോലെ PT അംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നന്ദി പറയുന്നു കേട്ടോ. കാരണം ഇതുപോലൊരു ആദരവും സ്നേഹവും ഇതുപോലൊരു പരിഗണനയും തന്ന മറ്റൊരാളും ഇല്ലെന്ന് തന്നെ പറയാം, മറ്റൊരു നാടും ഇല്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് സ്നേഹം നിറഞ്ഞ നാടായി മാറി ഞങ്ങൾക്ക് ഈ കല്ലുവാതക്കൽ എന്ന് പറയുന്നത്. അതുപോലെ ലാസ്റ്റ് ഒരു കേക്കൊക്കെ മുറിച്ച് നല്ല മധുര മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം അവസാനിപ്പിച്ചത്. പ്രോഗ്രാം അവസാനിച്ചെന്ന് പറയാൻ പറ്റില്ല, ലാസ്റ്റ് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മികവുറ്റ ഒരുപാട് കലാകാരന്മാരെ നമുക്കിവിടെ കാണാൻ പറ്റി. അതുതന്നെയാണ് ടീച്ചറുടെ ഈ ഒരു ഡാൻസ് അക്കാഡമി 14 വർഷം നീണ്ടു നിന്ന ഈ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്താണ്. അപ്പോൾ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ ഇട്ടത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. എനിവേ, താങ്ക് യു സോ മച്ച് എല്ലാവരോടും.